സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 4th ട്യൂസ്ഡേയുടെ എനർജി. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ എനർജിക്ക് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചില സിറ്റുവേഷൻ നമ്മളുടെ പരിധിക്ക് പുറത്തായിരിക്കും, വേറെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളായിരിക്കാം അത് ഗവേൺ ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സറണ്ടർ ചെയ്യാനായിട്ട് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ സ്റ്റാറിൽ വന്നിട്ട് കുറച്ച് പേർക്ക് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജി, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ മീഡിയ ന്യൂസ് ത്രൂ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം. അതെല്ലാം കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസിൽ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ആകുന്നുണ്ടാകാം. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ടാകാം, സ്വീകരിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആത്മീയമായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മിസ്റ്ററി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും കുറേ പേര് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ സറണ്ടർ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. എവിടെയാണോ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പാക്കിൽ ദ എംപറർ വന്നിട്ട് കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻറ്റ് അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഗവൺമെൻറ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട്, ഹയർ അതോറിറ്റിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട്, എന്തെങ്കിലും ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലൊരു ന്യൂ എനർജിയാണ്, ബ്ലെസ്സിങ് ആണ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ഇൻവിറ്റേഷൻ, എന്തെങ്കിലും ഓഫർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കാം. ഇവിടെ 3 of Cups വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ്റെ എനർജി, ഹാപ്പി എനർജി, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ കോവർക്കേഴ്സ്, ഫാമിലി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. കുറച്ച് പേര് താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പ്, ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 8 of Pentacles അഗെയിൻ കരിയർ, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവുകൾ കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട്, പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേര് തൻ്റേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലൊരു ഹീലിംഗ് ആണ്, ലവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സും വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഒൺലി തിങ്, എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൽ നിന്നും മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മാർച്ച് 4th എനർജി എന്താണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഓവറോൾ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ്, പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ജ്ഞാനം, ഒത്തിരി അറിവ് നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. 2 of Wands in the energy,
പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുതരുന്ന, മുന്നോട്ടൊരു പുരോഗതി കൊണ്ടുതരുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ ഇൻ്റലിജൻസ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക, ചെയ്യേണ്ട ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എല്ലാ എനർജീസിനോടും നിങ്ങൾ എസ് പറയാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. കുറച്ചും കൂടി ഡിസേൺമെൻറ്റ്, അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ അടുത്തോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സത്യമാകണം എന്നില്ല. അപ്പോൾ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ കോൺഫിഡൻസിൻ്റെ എനർജിയിലും നിങ്ങൾ വർക്ക് ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട്, ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. 6 ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇത് പാസ്റ്റ് മെമ്മറീസാണ്, ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് കാണുന്നത്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് എന്തെങ്കിലും ഒരു ഹീലിംഗ് എനർജി, എന്തെങ്കിലും സ്നേഹത്തിൻ്റെ എനർജി, കമ്പാഷൻ്റെ എനർജി വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വ്യക്തികളായിരിക്കാം. അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, ഒരു സ്നേഹത്തിൻ്റെ എനർജി, ഒരു പരിഗണനയുടെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ എഗെയിൻ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നിങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ടാകാം, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം ഒരു കമ്മിറ്റ്മെൻറ്റ്, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു എനർജി, കരിയറിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് 5 ഓഫ് പെൻറ്റക്കിൾസിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിക്ടിം മൈൻഡ് സെറ്റ്, എന്തെങ്കിലും ലാക്ക് മൈൻഡ് സെറ്റ്, കുറവുണ്ട്, അങ്ങനത്തെ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ, എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു മേജറായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കമ്പാഷൻ, ഹെൽപ്പ് നൽകുന്നുണ്ടാകാം. അത് നിങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് നൽകുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നുണ്ടാകാം. എഗെയിൻ പാസ്റ്റിൽ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കാം. മാനേജ്മെൻറ്റ് ലെവലിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടായിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്താനായിട്ടും ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലാൻഡായിട്ട് കണക്ട് ചെയ്തിട്ട്, ഭൂമിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ബ്ലെസ്സിങ്ങും വരുന്നുണ്ടാകാം. എന്തെങ്കിലും ബ്ലോക്കായിട്ട് നിന്ന കമ്മ്യൂണിക്കേഷൻ ഇവിടെ റീഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. ഒൺലി തിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതെല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.